നമസ്കാരം. ഓം കുജനം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 25-ാം സർഗം. ഇപ്പോൾ ഖരനും സേനകളും ശ്രീരാമന് നേരെ രഥങ്ങളിലും കുതിരകളിന്മേലും ഏറി നേരിടുകയാണ്. യുദ്ധത്തിൽ രാക്ഷസഗണം രാമനിൽ ശരമാരി തൂകിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവർ ചാട്ടുവിട്ട ആയുധങ്ങളെയെല്ലാം രാഘവൻ വിശിഖങ്ങൾ കൊണ്ട് തടുത്തു. എങ്കിലും ഇപ്പോൾ രാഘവനാണ് കുറച്ചു ക്ഷീണമെന്ന് കാണികൾക്ക് തോന്നി. അത്രമാത്രം ശരീരത്തിൽ കൂടി രക്തം ഒഴുകാൻ തുടങ്ങി ബാണമേറ്റിട്ട്. ശ്രീരാമൻ്റെ അംഗങ്ങളിൽ എവിടെയും മുറിവേറ്റിട്ട് ചോര ഒഴുകാൻ തുടങ്ങി. സന്ധ്യാമേഘങ്ങളാൽ ആവൃതനായ സൂര്യനെ പോലെയായി രാമൻ. അത്രമാത്രം ചോര ശരീരത്തിൽ നിന്നും ഒഴുകാൻ തുടങ്ങി. അപ്പോൾ യുദ്ധം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഗന്ധർവാദികളും സിദ്ധന്മാരും ഋഷികളുമെല്ലാം വളരെ വിഷാദിച്ചു. അദ്ദേഹം ഏകനായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഖരൻ്റെ അനുയായികളാണെങ്കിൽ 100 കണക്കിന് ആയിരക്കണക്കിന് ഉണ്ട് താനും. അപ്പോൾ രാമൻ ഈ അമ്പുകളെയെല്ലാം നേരിട്ടത് ഒരു കളി എന്ന പോലെയാണ്. ഒരു കളിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെയാണ് രാമൻ ഈ ശരവർഷത്തെ നേരിട്ടത്. ഇനി എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 19. ആദാതു രക്ഷസാം പ്രാണാൻ പാശാകാലകൃതാ ഇവ ഭിത്വാ രാക്ഷസദേഹാംസ്താംസ്തേ ശരാ രുധിരാപ്ലുതാം. ലാഘവത്തോടെയായിരുന്നു രാമൻ ഈ ശരങ്ങളെ നേരിട്ടത്. അങ്ങനെ അനായാസമായി വർഷിക്കപ്പെട്ട ശരങ്ങൾ കാലപാശങ്ങളെന്ന പോലെ രാക്ഷസന്മാരുടെ പ്രാണങ്ങളെ ഹരിച്ചു. രാക്ഷസദേഹങ്ങളെ പിളർന്ന് ചോരയൊലിക്കുന്നവയായ ആ ശരങ്ങൾ, അടുത്ത ശ്ലോകത്തിൽ എന്താണ് ആ ശരങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ശ്ലോകം 20. അന്തരീക്ഷഗതാരേജുർ ദീപ്താഗ്നി സമതേജസഃ അസംഖ്യേയാസ്തു രാമസ്യ സായകാച്ഛാപമണ്ഡലാത്. ആ ശരങ്ങൾ അന്തരീക്ഷത്തിലേക്കുയർന്ന് അഗ്നിജ്വാലകൾ പോലെ ശോഭിച്ചു. ചാപമണ്ഡലത്തിൽ നിന്ന് പറന്ന അമ്പുകൾ അസംഖ്യങ്ങളായിരുന്നു. 21-22 ശ്ലോകങ്ങൾ. വിനിഷ്പേതുരതീവോഗ്രോ രക്ഷപ്രാണാപഹാരിണഃ തൈർധനുംഷി ധ്വജാഗ്രാണി ചർമാണി കവചാനി ച ബാഹൂൻ സഹസ്താഭരണാനൂരൂൻ കരികരോപമാൻ ചിച്ഛേദ രാമസമരേ ശതശോധ സഹസ്രശഃ. 21-22 ശ്ലോകങ്ങളുടെ അർത്ഥം. ഉഗ്രങ്ങളായ അവ രാക്ഷസന്മാരുടെ പ്രാണങ്ങളെ അപഹരിക്കുന്നവയായി നിർഗമിച്ചു. അവയാൽ രാമൻ രാക്ഷസരുടെ ധനുസ്സുകളെയും ധ്വജാഗ്രങ്ങളെയും ചർമ്മകവചങ്ങളെയും യുദ്ധക്കോപ്പണിഞ്ഞ കൈകളെയും
തുമ്പിക്കൈ പോലുള്ള തുടകളെയും നൂറുകണക്കിനും ആയിരക്കണക്കിനുമായി ഛേദിച്ച് വീഴ്ത്തി. 23-24 ശ്ലോകങ്ങൾ. ഹയാൻ കാഞ്ചന സംനാഹാൻ രഥയുക്താൻ സ്വസാരഥീൻ ഗജാംശ സഹജോരോഹാൻ സഹയാൻ സാനിധസ്തദാ ചിച്ഛിദുർ വിഭിദുച്ഛൈവ രാമബാണാഗുണാച്യുതാഃ പദാദീൻ സമരേ ഹത്വാ ഹനയത് യമസാദനം. 23-24 ശ്ലോകങ്ങളുടെ അർത്ഥം. കാഞ്ചനക്കോപ്പുകളുള്ള ഹയങ്ങളെയും രഥങ്ങളെയും സാരഥികളെയും ഗജങ്ങളെയും ഗജാരൂഢരെയും കാലാൾപ്പടയെയും കുതിരപ്പടയെയും ഞാൻ വിട്ടു പറക്കുന്ന രാമബാണങ്ങൾ ഛിന്ന ഭിന്നമാക്കി അന്തകപുരിയിലെത്തിച്ചു. ശ്ലോകം 25. തതോ നാളീകനരാജൈസ്തൃഷ്ണാസ്ഗ്രൈച്ഛ വികർണിഭി ഭീമം ആർദ്രസ്വരം ചക്രുച്ഛിദ്യമാന നിശാചരാം. ഇരുമ്പ് മുനകളുള്ള ഇരുമ്പമ്പുകളും മുനകൂർത്ത തോട്ടിയമ്പുകളും രാക്ഷസന്മാരുടെ ശരീരങ്ങൾ പിളർന്നപ്പോൾ രാമൻ അതിഭീമശബ്ദത്തിൽ അലമുറയിട്ടു. മൊട്ടമ്പുകളും ഇരുമ്പമ്പുകളും മുനകൂർത്ത തോട്ടിയമ്പുകളും രാക്ഷസന്മാരുടെ ശരീരങ്ങൾ പിളർന്നപ്പോൾ അവർ അതിഭീമശബ്ദത്തിൽ അലമുറയിട്ടു. രാക്ഷസന്മാരാണ് അലമുറയിട്ടത്. ശ്ലോകം 26. തത്സൈന്യം വിവിധൈർവാണൈരർദ്ദിതം മർമ്മഭേദിഭിഃ ന രാമേണ സുഖം ലേഭേ ശുഷ്കം വനം ഇവാഗ്നിനാം. രാമൻ മർമ്മഭേദികളായ വിവിധ ബാണങ്ങളെയ്ത് സൈന്യത്തെ വശം കെടുത്തിയപ്പോൾ വരണ്ട വനത്തിൽ തീ പടർന്നു പിടിച്ചതുപോലെയായി സൈന്യത്തിൻ്റെ അവസ്ഥ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.